ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 11ാം ക്ലാസ് ഫിസിക്സിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ്, തുടക്കമാണ്, അതുകൊണ്ട് വളരെ സിമ്പിളായിരിക്കും. ആൻഡ് ഇതിൽ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് 8ാം ക്ലാസ്സിലും 9ലും 10ലും ഒക്കെ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്കുള്ളതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് യൂണിറ്റ്സ്. ഓക്കെ, ഫണ്ടമെന്റൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മെയിൻ. അതായത് ഈ ലോകത്ത് 7 ക്വാണ്ടിറ്റീസ് ആണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിനാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ്സിന് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയും. ഫസ്റ്റ് ആണ് മാസ്. മാസിൻ്റെത് കിലോഗ്രാം ആണ്. നെക്സ്റ്റ് ഉള്ളത് ലെങ്ത്. ലെങ്ത് നമുക്കറിയാം മീറ്റർ ആണ്. ടൈം അറിയാം, സെക്കൻഡ് ആണ്. കറണ്ടിൻ്റെ ആംബിയർ കൊടുക്കും. ടെമ്പറേച്ചർ നമുക്ക് കുറേ അളവുകൾ അറിയായിരിക്കും. ഡിഗ്രി സെൽഷ്യസ് അറിയാം, ഫാരൻഹീറ്റ് അറിയാം, കെൽവിൻ അറിയാം. അതിൽ ടെമ്പറേച്ചറിന് ഡിഗ്രി സെൽഷ്യസ് അല്ല, കെൽവിൻ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതായത് ഒരു സബ്സ്റ്റൻസ് എടുത്താൽ അതിൽ എന്തുമാത്രം മോളിക്യൂൾസിൻ്റെ ആറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് ഉപയോഗിക്കുന്നത് മോളാണ്. കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. നെക്സ്റ്റ് ഉള്ളതാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. ഓക്കെ, ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ക്യാൻഡിലയാണ്. ക്യാൻഡില നമ്മൾ CD എന്ന് എഴുതും. ഓക്കെ, അതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് യൂണിറ്റ്സ്. ഇനി ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന യൂണിറ്റ് ആണ് ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതിൻ്റെ യൂണിറ്റ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് ലെങ്ത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അത് ലെങ്ത്തിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ യൂണിറ്റും ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ മൊമെന്റ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് ഇവിടെ ഉണ്ട്, വെലോസിറ്റിയും ഇവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതിൻ്റെ യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. പിന്നെ നമുക്ക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് ഉള്ളത്. CGS, FKS, MKS. ഓക്കെ, പിന്നെ വരുന്നതാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആൻഡ് യൂണിറ്റ്സ്. ഓക്കെ, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അല്ല ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും അല്ല, പുതിയ 2 കാര്യങ്ങളാണ്. ഓക്കെ, അത് 2 എണ്ണത്തിനാണ് വരുന്നത്. ഒന്ന്, ഒരു ആംഗിൾ എടുത്തു. അപ്പോൾ നമ്മളൊരു ആംഗിളിന് നമ്മൾ തീറ്റ എന്നാണ് നോട്ടേറ്റ് ചെയ്യാറ്. അത് റേഡിയസ് R, ആർക്ക് ലെങ്ത് L ആണെങ്കിൽ ഈ ആംഗിളിനെയാണ് നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്ന് വരയ്ക്കുന്നത്. അതൊരു പ്ലെയിനിൽ വരയ്ക്കുന്ന ഒരു 2D ആംഗിളാണ് പ്ലെയിൻ ആംഗിൾ. അതിലെ ആംഗിൾ കാണാനുള്ള ഇക്വേഷനാണ് തീറ്റ ഈക്വൽ ടു L/R. ഓക്കെ, ആംഗിളിൻ്റെ SI യൂണിറ്റ് ഡിഗ്രി അല്ല, റേഡിയൻ ആണ്. നമ്മൾ റാഡ് എന്ന് എഴുതും, റേഡിയനിൽ റാഡ്. ഓക്കെ, പിന്നെ അതുപോലത്തെ അടുത്ത സപ്ലിമെന്ററി യൂണിറ്റ് ഇതുപോലെ തന്നെ ആംഗിൾ. നമ്മൾ ഇവിടെ R എടുക്കുന്നു, ഇവിടെ ഇന്റർസെപ്റ്റഡ് ഏരിയ A, അടുത്ത ആംഗിൾ ഒമേഗ. ഓക്കെ, അതായത് ഇതൊരു സോളിഡ് ആംഗിളാണ്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, കോണൊക്കെ ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെർട്ടെക്സിൻ്റെ അവിടെ ആയിട്ട് ഒരു ആംഗിൾ ക്രിയേറ്റ് ആവില്ല. അതൊരു സോളിഡ് ആംഗിളാണ്. സോളിഡ് ആംഗിളിന് ഒമേഗ എന്ന് കൊടുക്കും. അപ്പോൾ ഒമേഗയുടെ ഇക്വേഷൻ കിട്ടാൻ A/R². ഓക്കെ, ഇന്റർസെപ്റ്റഡ് ഏരിയ R² എന്നാണ് അതിൻ്റെ മീനിങ്. അത് സ്റ്റെറേഡിയൻ ആണ് അതിൻ്റെ SI യൂണിറ്റ് വന്നിട്ട്. ഓക്കെ, പിന്നെ റേഞ്ച് ഓഫ് ലെങ്ത്, അത് വളരെ ചെറിയ ടോപ്പിക്കാണ്. ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്താണ്? എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. പിന്നെ ലൈറ്റ് ഇയർ, പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം, അതാണ് ലൈറ്റ് ഇയർ. പിന്നെ ഒരു പർസെക്ക് 3.08 × 10⁻16 മീറ്റർ, അതാണ് ഒരു പർസെക്ക്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഓക്കെ, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു ഇതിൽ എത്ര അക്കമുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അത് 2 റൂൾസ് മാത്രം പഠിച്ചാൽ മതി, ഡെസിമലിൻ്റെയും നോൺ ഡെസിമലിൻ്റെയും. ഡെസിമലിൻ്റെ പഠിക്കുമ്പോൾ ഇപ്പോൾ 345.217 അങ്ങനെ എടുക്കുക. ഡെസിമലിൽ ഡെത്ത് ഉണ്ട്, അപ്പോൾ DD. അതായത് ഡെസിമൽ എടുക്കുമ്പോൾ ഫസ്റ്റ് നോൺ സീറോ ടിൽ ഡെത്ത്, അതായത് അവസാനം വരെ. ഡെത്ത് എന്ന് പറഞ്ഞാൽ അവസാനമാണല്ലോ, അപ്പോൾ ഡെത്ത് വരെ, അവസാനം വരെ എണ്ണുക. ഫസ്റ്റ് നോൺ സീറോ, പൂജ്യമല്ലാത്ത അതാണ് നോൺ സീറോ. അവിടെ തൊട്ട് എൻഡ് വരെ എണ്ണുക. അപ്പോൾ 1 2 3 4 5 6. ഇതിന് 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഓക്കെ, ഇനി ഇങ്ങനത്തെ ഒരു സംഖ്യ, ഇത് ഡെസിമൽ അല്ല, നോൺ ഡെസിമൽ ആണ്. നോൺ ഡെസിമലിൽ ഫസ്റ്റ് നോൺ സീറോ ലാസ്റ്റ് നോൺ സീറോ.
ഓക്കെ, അത് 4 അപ്പോൾ ഇവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. അപ്പോൾ ഈ 2 റൂൾസ് മാത്രം പഠിച്ചാൽ മതി. ഡെസിമൽ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോട്ടിൽ എൻഡ്, നോൺ ഡെസിമൽ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോട്ടിൽ ലാസ്റ്റ് നോൺ സീറോ, അത് മാത്രം പഠിച്ചാൽ മതി. പവേഴ്സിൻ്റെ അത് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് കൂട്ടത്തില്ല. പിന്നെ നമ്മളൊരു സാധനം എക്സാക്ട്ലി പറയുകയാണ്, അതായത് 20 ആപ്പിൾ, അതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് വെച്ചാൽ 20 ആപ്പിൾ നമ്മൾ 20.0000 അങ്ങനെ ഇൻഫിനിറ്റി വരെ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് വരുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡയമെൻഷൻസ്. ഓക്കെ, ഡയമെൻഷൻസും വളരെ സിമ്പിളാണ്. ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് സിമ്പിൾ പോർഷനാണ് ഡയമെൻഷൻസ്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അതിന് വെച്ചിട്ടാണ് നമ്മൾ ഡയമെൻഷൻസ് എഴുതുക. അതിൽ നമുക്ക് 7 പറഞ്ഞു, 7 ആവശ്യം വരുന്നില്ല. മെയിൻലി മാസ്, ലെങ്ത്, ടൈമിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. എക്സ്ട്രാ വരുവാണെങ്കിൽ കറണ്ട് ബേസിൽ എന്തെങ്കിലും കൂടി വരുവാണെങ്കിൽ മാത്രം നമ്മൾ ആംബിയർ കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ ആംബിയറിൻ്റെ ആവശ്യമില്ല, വിട്ടുകളഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ മാസിൻ്റെ ഡയമെൻഷനാണ് എം. ഓക്കെ, നമ്മൾ വെറുതെ എം എന്നിട്ടാൽ പോലെ അതിനെ പെട്ടിക്കുള്ളിലാക്കണം. അപ്പോൾ നമ്മളൊരു പെട്ടിക്കുള്ളിൽ മൊത്തം വരയ്ക്കരുത്, സൈഡിൽ മാത്രം. ഇതാണ് മാസിൻ്റെ ഡയമെൻഷൻ, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L, ടൈമിൻ്റെ ഡയമെൻഷൻ T. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, ബാക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്ന് നോക്കാം. ബാക്കി കൂടി ഒന്ന് കാണിച്ചേക്കാം. ആംബിയറിൻ്റെ A, ടെമ്പറേച്ചറിൻ്റെ K, മോളിൻ്റെ MOL ഒരിത്, പിന്നെ ക്യാൻഡിലേക്ക് CD. ഇപ്പോൾ 7 ആയില്ലേ. ഇതിൽ മോള്, ക്യാൻഡില, കെൽവിനൊന്നും അധികം ഉപയോഗിക്കാറില്ല. വലിയ വലിയ ക്വാണ്ടിറ്റീസിൽ ഹയർ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മൾക്ക് ഇത്രയും മതി. എക്സ്ട്രാ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ, നീറ്റ് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ആംബിയറും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. പക്ഷേ ബോർഡ് എക്സാം ലെവൽ MLT മാത്രം മതി. നമുക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ചോദിക്കുകയാണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആദ്യം എഴുതുക. ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ലെങ്ത് അല്ലേ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താ? M, പെട്ടിക്കുള്ളിലിടുക, ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ T, പെട്ടിക്കുള്ളിലിട്ട്. ഓക്കെ, നമുക്ക് ഡയമെൻഷൻ എപ്പോഴും സ്ട്രേറ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്, ഫ്രാക്ഷൻ ആയിട്ടൊന്നും വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ M ആദ്യം എഴുതി. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യരുത്, സ്ട്രേറ്റ് ഫുള്ളാക്കിയിട്ടേ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് താഴെ കിടക്കുന്ന സാധനം മുകളിലേക്ക് വരുമ്പോൾ മൈനസ് ആകും. ഇത് T⁻1 അല്ലേ, അത് മുകളിലേക്ക് വരുമ്പോൾ T⁻1 ആകും. സോറി, ഇവിടെ എല്ലാണ് കേട്ടോ, ഡിസ്റ്റൻസിന് എല്ലാണ്, തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ L T⁻1, M മാസാണ് കേട്ടോ, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ വരിക. ഇനി ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ. ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈമാണ്. ഓക്കെ, വെലോസിറ്റിയുടെ ഇപ്പോൾ കണ്ടുപിടിച്ചു L T⁻1 ബൈ T. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഇടുക, L ഇടുക, T അങ്ങനെ തന്നെ ഇടുക. ഇവിടെ -1 ഉണ്ട്, ഈ T 1 ആണ്, ഇതും മുകളിലോട്ട് പോകുമ്പോൾ ഇതും -1. അപ്പോൾ T⁻1 T⁻1, അപ്പോൾ 2 -1 ആയി, ഇപ്പോൾ -2. ഇതാണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ. ഇനി നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നോക്കാം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? MA. ഓക്കെ, അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ M, ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ L T⁻2. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് എഴുതുക, ML T⁻2. ഇങ്ങനെയാണ് ഡയമെൻഷൻസ് എഴുതുക. നെക്സ്റ്റ് നമുക്ക് വർക്കിൻ്റെ നോക്കാം. വർക്ക് ഈക്വൽ ടു FS, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫോഴ്സിൻ്റെ ഇപ്പോൾ കണ്ടു, ML T⁻2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതിന് എല്ലാണ്, നേരത്തെ പോലെ M അല്ല കേട്ടോ, ഓർക്കുക. അപ്പോൾ L, അപ്പോൾ ഇങ്ങനെ ഒരു ML² T⁻2, അതായത് ഇവിടെ 2 L വന്നു, അതാണ് കൂട്ടലാണ്, ഇങ്ങോട്ട് വരുമ്പോൾ കൂട്ടലാണ് എല്ലാം കൂടിയിട്ട്. ഓക്കെ, ഇനി അതുപോലെ മൊമെൻറ്റം, മാസിൻ്റെ വെലോസിറ്റി, മാസിൻ്റെ M ആണ്, വെലോസിറ്റിയുടെ L T⁻1 ആണ്, അപ്പോൾ ML T⁻1. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഡയമെൻഷൻസ് എഴുതുന്നത്. എക്സാമിനും ഇതുപോലെ ഡയമെൻഷൻസ് എഴുതാൻ ചോദിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതായത് നമ്മൾ ഒരു ഇക്വേഷൻ എടുക്കുന്നു, ഇപ്പോൾ S = UT + ½ AT².
പിന്നെ ഒരു കാര്യം, ചിലതിനൊന്നും ഡയമെൻഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റന്റിന് ഡയമെൻഷൻ ഇല്ല, ട്രിഗണോമെട്രിക് ഫംഗ്ഷന് ഡയമെൻഷൻ ഇല്ല, ലോഗരിതം ഫംഗ്ഷന് ഡയമെൻഷൻ ഇല്ല. അങ്ങനെ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഹാഫ് ഒക്കെ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്നത് ഇവിടെ എസിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു യു ടിയുടെ ഡയമെൻഷൻ, എസിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ. അതായത് ഒരു ഇക്വേഷൻ എടുത്താൽ അതിൽ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് വേറൊരു കാര്യം കൂടിയുണ്ട്, ഇപ്പം നമുക്ക് ടെമ്പറേച്ചറും മാസും തമ്മിൽ കൂട്ടാൻ പറ്റത്തില്ല. കാര്യം അതെന്താ, ഒരേ സാധനങ്ങളല്ലല്ലോ. അപ്പം അതും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ ഒരു ഐഡിയ ആണ്. അപ്പോൾ ഈ ഡയമെൻഷൻസ് ഒക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നുള്ള ചോദ്യം വരും. ഓക്കെ, അതിൽ ഒരു എക്സാമ്പിളാണ് ഡയമെൻഷണൽ കറക്റ്റ്നെസ് കാണുക. ഡയമെൻഷണൽ കറക്റ്റ്നെസ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. നമ്മളൊരു ഇക്വേഷൻ നോക്കുക, യു ഈക്വൽ ടു എം ജി എച്ച്, അത് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എം ജി എച്ച്. അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ, ഡയമെൻഷൻ തത്വപ്രകാരം കറക്റ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ, അപ്പോൾ വർക്കിൻ്റെ എനർജിയുടെ ഡയമെൻഷൻ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈക്വൽ ടു മാസിൻ്റെ ഡയമെൻഷൻ, അത് എം ആണ്. ജി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അത് ആക്സിലറേഷൻ തന്നെയാണ്. അപ്പോൾ എൽ ടി റേസ് ടു -2, എച്ച് ഹൈറ്റ് ലെങ്ത് അല്ലേ, അപ്പോൾ എൽ ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തത് എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈക്വൽ ടു എം, എല്ല് രണ്ടെണ്ണം ഒന്ന്, ഇപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരേപോലെ വന്നു. അതായത് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഓക്കെ, ഡി സിന്ന് തൽക്കാലത്തേക്ക് എഴുതി ഡയമെൻഷനലി കറക്റ്റ് എന്ന് ഫുൾ എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡയമെൻഷണൽ കറക്റ്റ്നെസ് നോക്കുന്നത്. ഇപ്പോൾ ചില കേസിൽ ഇപ്പോൾ ഇവിടെ യു ഈക്വൽ ടു 2mgh എന്നിട്ടാൽ ഇക്വേഷൻ തെറ്റാം. കാര്യം യു നോട്ട് ഈക്വൽ ടു 2mgh ആണ്, പക്ഷേ ഡയമെൻഷനലി നോക്കുമ്പോൾ ഇത് കറക്റ്റാണ്. കണ്ടില്ലേ, ഡയമെൻഷനിൽ നോക്കുമ്പോൾ ഇത് കറക്റ്റാണ്, അല്ലാതെ ഇക്വേഷൻ്റെ കേസിൽ നോക്കുമ്പോഴേക്കും ഇത് കറക്റ്റ് അല്ല. കാര്യം ഇവിടെ 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ അതിവിടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 വെട്ടിക്കളയേണ്ടി വരും. mgh മാത്രമാണ് കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്തുള്ള കോൺസ്റ്റൻ്റ് ഏതാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ വേറൊരു പോരായ്മയാണ് 3ൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷണൽ കറക്റ്റ്നെസ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ യു ഈക്വൽ ടു mgh 3 ക്വാണ്ടിറ്റീസ് ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാകും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കാണ് ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ടുള്ള ഉപയോഗം. നമ്പർ 2, ഡെഡ്യൂസിങ് എ റിലേഷൻ അമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ, സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് എഫ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇത് നമുക്ക് ഇക്വേഷൻ ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക, എന്നാൽ ഫോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഇക്വേഷനിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുക. അതിന് ആദ്യം നമ്മൾ എഫ് എന്തിനെയൊക്കെ സ്വാധീനിക്കുന്നു. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം വി ആർ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എഫിന് നമ്മളൊരു ഈക്വൽസിന് ഇടുക. ഈക്വൽസിന് ഇട്ട് അപ്പോഴേക്കും അവിടെ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടിട്ടേക്കണം. അപ്പോൾ കെ എം വി ആർ. ഓക്കെ, ഒരു ഇക്വേഷനായി. അപ്പോൾ എഫ് ഈക്വൽ ടു കെ, ഇവരുടെ തലയിലോട്ട് എമ്മിനും വിക്കും ആറിൻ്റെയും തലയിലോട്ട് ഓരോ ആൽഫബറ്റ്സിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എം റേസ് ടു എ, വി റേസ് ടു ബി, ആർ റേസ് ടു സി, അങ്ങനെ ഇട്ട് കൊടുക്കലാണ് അടുത്ത സ്റ്റെപ്പ്. എഫ് ഈക്വൽ ടു എഫിൻ്റെ ഡയമെൻഷൻ എന്താ, എം എൽ ടി റേസ് ടു -2 ഈക്വൽ ടു കെ, മാസിൻ്റെ ഡയമെൻഷൻ എം ഹോൾ റേസ് ടു എ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ഹോൾ റേസ് ടു ബി, റേഡിയസിൻ്റെ ഡയമെൻഷൻ ലെങ്ത് ആണ്, അപ്പോൾ എൽ റേസ് ടു സി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് എഴുതുക. അപ്പോൾ എങ്ങനെ വരും, എം എൽ ടി റേസ് ടു -2 ഈക്വൽ ടു കെ എം റേസ് ടു എ, എൽ റേസ് ടു ബി, അതായത് എൽ റേസ് ടു ബി, ടി റേസ് ടു -b, എൽ റേസ് ടു സി, ഇങ്ങനെ വരിക. ഓക്കെ, അതായത് ഈ ബി രണ്ടിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു, സി പുറത്തേക്ക് കിട്ടും. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ എഴുതി. ഇനി നമ്മളത് കമ്പയർ ചെയ്യും. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ എ, ഇപ്പോൾ എ ഇട്ടേക്കുന്നത് മാസിനാണ്. അപ്പോൾ ഇവിടെ മാസ് 1 ആണല്ലോ, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ 1 ആണ്. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി എല്ലിന് ഇവിടെ 1 ആണ് കൊടുത്തിട്ടുള്ളത്. എല്ലിന് ബി പ്ലസ്
സി ഈക്വൽ ടു 1, അതായത് ഇവിടുത്തെ ബിയും സിയും, അതാണ് എല്ലിൻ്റെ തലക്കിലുള്ളത്. അപ്പോൾ ബിയും സിയും കൂടി കൂട്ടിയാൽ ഇവിടെ 1 കിട്ടും. അടുത്ത ഇക്വേഷനായി. നെക്സ്റ്റ് ടിയുടെ നോക്കുക, മൈനസ് ബി ഈക്വൽ ടു -2. കമ്പയർ ചെയ്യണം കേട്ടോ. ഇവിടെ രണ്ട് എമ്മുകളെ തമ്മിലാണ് ഞാൻ കമ്പയർ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ എയും 1. അപ്പോൾ ഇത് എയുടെ വാല്യൂ 1 ആണ്. കാര്യം ഇപ്പം പറഞ്ഞല്ലോ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി, സെയിം ഡയമെൻഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷനും സെയിം ആണ്. അപ്പോൾ എയുടെ വാല്യൂ 1 എന്ന് കിട്ടി. പിന്നെ ഞാൻ എല്ലിനെ കമ്പയർ ചെയ്തു. അപ്പോൾ ബിയും സിയും കൂട്ടിയാൽ 1 കിട്ടും. ഓക്കെ. പിന്നെ ടീനെ കമ്പയർ ചെയ്തു. അപ്പോൾ -2 ഈക്വൽ ടു -b. അതിൽ നിന്ന് നമുക്ക് കിട്ടും b ഈക്വൽ ടു 2 എന്ന്. മൈനസും വെട്ടിക്കളഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് മാറ്റി എഴുതാം. 2 + c ഈക്വൽ ടു 1, c ഈക്വൽ ടു 1 - 2 -1. ഓക്കെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി f ഈക്വൽ ടു k m⁻a എന്നല്ലേ നമ്മൾ നേരത്തെ എഴുതിയത്. ഇവിടെ ഉണ്ടല്ലോ m⁻a. അപ്പോൾ എയുടെ അവിടെ ഇനി എന്തിടാം? 1 എന്നിടാം. v⁻b, ബിയുടെ വാല്യൂ എത്ര? 2. r⁻cയുടെ വാല്യൂ -1 ആണ്. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മതി. പക്ഷെ നമ്മൾ ഒന്നുകൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് f ഈക്വൽ ടു mv². ഇപ്പോൾ 1/r ആണ് ശരിക്കും r⁻⁻1. അപ്പോൾ 1/r എന്ന് പറയുമ്പോൾ r അടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് പോയി പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ f ഈക്വൽ ടു mv²/r. ഇങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിൻ്റെ റിലേഷനെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ചെറിയ ചാപ്റ്ററാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി.